നാം എല്ലാവരും ഏറെ വേദനയോടെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ലയിച്ചു ചേർന്ന് കഴിഞ്ഞ മഹാനായ MTക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന യോഗമാണിത്. അനുശോചന യോഗമാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലെ മഹത്തരമായ സംഭാവനകളെ ആകെ വിശദമായി അവലോകനം ചെയ്യാനോ അപഗ്രഥിക്കാനോ ഉള്ള സന്ദർഭമല്ല ഇത്. അതിനൊക്കെയുള്ള വിശദമായ സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് MT ആരായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഘട്ടമാണിത്. MTയുമായി സഹകരിച്ച ഒരുപാട് നിമിഷങ്ങൾ ഓർമ്മചിത്രങ്ങളായി മനസ്സിൽ തെളിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളും അദ്ദേഹം കാട്ടിയ സ്നേഹവും പരിഗണനയുമെല്ലാം മനസ്സിൽ വന്നു നിറയുന്നുണ്ട്. അവയെല്ലാം വലിയൊരു ധന്യതയായി മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് മാത്രം പറയട്ടെ. ഒരു കാര്യം എടുത്തു പറയണം. മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ MTയെ പലവട്ടം കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പറയാനുണ്ടായിരുന്നതൊക്കെ മലയാള ഭാഷയെക്കുറിച്ചും തുഞ്ചൻ പറമ്പിനെക്കുറിച്ചും കോഴിക്കോട് വരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു. മലയാള ഭാഷയോട് എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. പുതുതലമുറകൾക്ക് നല്ല മലയാളം നഷ്ടമാവുന്നതിനെക്കുറിച്ച് എന്തൊരു ഉത്കണ്ഠയായിരുന്നു. തുഞ്ചൻ പറമ്പാവട്ടെ അദ്ദേഹത്തിന് സ്വന്തം ഹൃദയം തന്നെയായിരുന്നു. ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ടേ മറ്റെന്തെങ്കിലും പറയാൻ. ഇതൊന്നും MTക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. മലയാള ഭാഷാ പ്രതിജ്ഞ നമുക്കായി തയ്യാറാക്കി തന്ന വ്യക്തിയാണ് അദ്ദേഹം. തുഞ്ചൻ പറമ്പിനെ ലോകത്തെങ്ങുമുള്ള സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തിയ വ്യക്തിയാണ്. അതിനൊക്കെയായി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച ആളുമാണ്. MT അസുഖബാധിതനാണെന്നറിഞ്ഞിരുന്നു. ഗുരുതരാവസ്ഥയിലായി. എന്നാൽ മുൻപത്തെ പോലെ ഇപ്പോഴും ആ ഘട്ടങ്ങളെല്ലാം മറികടന്ന് MTക്ക് ജീവിതത്തിൽ ഒരു രണ്ടാം ഊഴം കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ സഫലമായില്ല. മരണത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ വലിയ കാഴ്ചപ്പാടുകൾ എഴുത്തിലൂടെ അവതരിപ്പിച്ച വ്യക്തിയാണ് MT. ജനനം മുതൽ നമുക്കൊപ്പം നടക്കുന്ന നിഴലാണ് മരണമെന്നും അത് ഒരു നാൾ നമുക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമെന്നും അദ്ദേഹം എഴുതുകയുണ്ടായി. മരണത്തെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയ എഴുത്തുകാരൻ്റെ മരണം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ സിനിമകളിൽ, നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ എല്ലാം MT അദൃശ്യ സാന്നിധ്യമായി തുടർന്നും നിലകൊള്ളും. MT സാഹിത്യത്തിൽ ചെയ്തത് കൃത്യമായും തൻ്റെ ജീവിത കാലഘട്ടത്തെ സർഗാത്മകമായി അടയാളപ്പെടുത്തുകയാണ്. നാടുവാഴിത്തത്തിൻ്റെ, മരുമക്കത്തായത്തിൻ്റെയൊക്കെ തകർച്ച അത് വ്യക്തിബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും വരുത്തിയ മാറ്റമൊക്കെ എഴുത്തിലൂടെ അടയാളപ്പെടുത്തി. നാലുകെട്ട് പോലെയുള്ള കൃതികൾ ഉദാഹരണങ്ങൾ. അതേപോലെ ജീവിത ദുരന്തങ്ങളിൽ ദൈവം പോലും അഭയമാവുന്നില്ലെന്ന ബോധത്തിൽ നിന്നുണ്ടാകാവുന്ന ഉത്കണ്ഠകളെയും
അടയാളപ്പെടുത്തി. പള്ളിവാളും കാൽച്ചിലമ്പും പോലുള്ള കൃതികൾ ഉദാഹരണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ കാലത്തിന് നേർക്ക് തിരിച്ചു പിടിച്ച മനസ്സായിരുന്നു എം ടിക്ക്. സാഹിത്യലോകം തൊട്ടതൊക്കെ പൊന്നാക്കിയ എഴുത്തുകാരനാണ്. ചതിയൻ ചന്തു എന്ന ഒരാൾ ഇന്ന് മലയാള മനസ്സിൽ ഇല്ലാതായത് അദ്ദേഹത്തിൻ്റെ വടക്കൻ വീരഗാഥ ഉണ്ടായതുകൊണ്ടാണ്. ചന്തു ചതിയനല്ലെന്നും ചതിക്കപ്പെട്ടവനാണെന്നും എം ടി പറഞ്ഞു വച്ചപ്പോൾ കാലങ്ങളായി നിലനിന്ന ഒരു ചെളി ചന്തുവിൽ നിന്ന് മാറ്റപ്പെടുകയായിരുന്നു. അത്ര ശക്തവും സർഗാത്മകവുമായിരുന്നു ആ എഴുത്ത്. സർവശക്തനായി കരുതപ്പെടുന്ന ഭീമൻ രണ്ടാം ഊഴക്കാരനായി എന്നും മാറ്റി നിർത്തപ്പെട്ടവനാണെന്ന കാര്യം എം ടി രണ്ടാം ഊഴത്തിലൂടെ ഓർമ്മിപ്പിച്ചപ്പോൾ മാത്രമാണ് നാം തന്നെ ഓർത്തത്. എത്ര മൗലികമാണ് ആ സങ്കല്പം. മഞ്ഞ്, കാലം തുടങ്ങിയ കൃതികളാവട്ടെ മലയാളിക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മാറ്റി നിർത്താനാവാത്തതാണ്. അങ്ങനെ എത്രയെത്ര കൃതികൾ. സാഹിത്യകൃതികൾ കൊണ്ട് മാത്രമല്ല, മനുഷ്യസ്നേഹപരമായ നിലപാടുകൾ കൊണ്ടുകൂടിയാണ് എം ടി മലയാള മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത്. തുഞ്ചൻ പറമ്പിനെ വർഗീയ ദുസ്വാധീനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ എത്ര വലിയ സമ്മർദ്ദമാണ് ഒരു ഘട്ടത്തിൽ എം ടിക്ക് മേൽ ഉണ്ടായത്. ആ ജീവന് ഭീഷണി പോലും ഉണ്ടായി. എന്നാൽ എം ടി തരിമ്പും വിട്ടുവീഴ്ച കാട്ടാതെ മതനിരപേക്ഷതയെ തുഞ്ചൻ പറമ്പിൻ്റെ ജീവനാക്കി നിലനിർത്തി. മതേതര കേരളം എന്നും അതിന് എം ടിയോട് നന്ദിയുള്ളതായിരിക്കും. സാഹിത്യരചനയിലൂടെ സമൂഹത്തെ പുരോഗമനോന്മുഖമായി മുന്നോട്ട് നയിക്കുന്നതിൽ എന്നും ജാഗ്രത പുലർത്തിയ എഴുത്തുകാരനായിരുന്നു എം ടി. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതി തന്നെ മതിയാകും അദ്ദേഹത്തിലെ ഈ പുരോഗമനോന്മുഖ സ്വഭാവം തിരിച്ചറിയാൻ. പിന്നീടത് ചലച്ചിത്രമായി മാറിയപ്പോൾ തനിക്ക് പറയാനുള്ള ഉൽപ്പതിഷ്ണുത്വം നിറഞ്ഞ കാഴ്ചപ്പാടുകൾ, സധൈര്യം അദ്ദേഹം അതിലൂടെ മുന്നോട്ട് വെച്ചു. ഇന്നാണെങ്കിൽ നിർമാല്യം പോലെയൊരു ചിത്രമെടുക്കാൻ എനിക്ക് കഴിഞ്ഞേക്കില്ല എന്ന് ഒരിക്കൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന മാറിവരുന്ന ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് നേരെ പിടിച്ച കണ്ണാടി കൂടിയായിരുന്നു. സമൂഹത്തിൻ്റെ ഉത്കർഷത്തിന് മതവേർതിരിവില്ലാതെ മനുഷ്യസ്നേഹവും ഐക്യവും പുരോഗമന ചിന്തയും അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ ആശയം തൻ്റെ എഴുത്തുകളിൽ സർഗാത്മകമായി ചേർത്തു. ഒപ്പം ഓരോ കാലഘട്ടത്തിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുണ്ടാകുന്ന മൂല്യച്യുതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. ചെറുക്കേണ്ടതിനെ ചെറുക്കാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിൽ സമൂഹത്തെ പാകപ്പെടുത്തുന്നതിന് അദ്ദേഹം എഴുത്തിലൂടെയും സാമൂഹിക ഇടപെടലിലൂടെയും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. മലയാളം ലോകസാഹിത്യത്തിന് നൽകിയ അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് എം ടി. ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എം ടിയുടെ പ്രതിഭ. പ്രഗത്ഭനായ ചലച്ചിത്രകാരൻ, മികച്ച പത്രാധിപർ എന്നീ നിലകളിലും അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ തനതായ മുദ്ര പതിപ്പിച്ചു.